നമസ്കാരം. ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴ പെരുമഴയാണ് പുറത്ത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യം എടുത്താൽ അങ്ങ് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇരട്ട ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മഴ ഇനിയും കനത്തേക്കാം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെയുള്ള സാധ്യത പ്രവചിക്കുന്നതിനാൽ തന്നെ അതീവ ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഏറ്റവും പ്രധാനമായ പ്രേക്ഷകരോട് പറയാനുള്ള കാലാവസ്ഥയുടെ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. നമുക്കപ്പോൾ അതടക്കമുള്ള വാർത്തകൾ വിശദമായി പരിശോധിക്കാം. വാർത്തകളുടെ കാര്യം എടുത്താലും പെരുമഴ തന്നെയാണ്. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് അതീവ ദുഃഖകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. സ്വകാര്യ ബസ് കത്തി ഒരു അപകടമുണ്ടായിരിക്കുന്നു. 20 പേരോളം വെന്തു മരിച്ചു എന്നുള്ള വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. നമുക്ക് അതടക്കമുള്ള വാർത്തകൾ വിശദമായി നോക്കണം. ആദ്യം പ്രധാന വാർത്തകൾ കാണാം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം. ആന്ധ്രാപ്രദേശിലെ കർണൂരിൽ ബസ്സിന് തീപിടിച്ച് വൻ ദുരന്തം. 20 പേർ വെന്തു മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്. ബസ്സിലുണ്ടായിരുന്നത് 40 പേർ. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം അപേക്ഷ നൽകും. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. ചോദ്യം ചെയ്യലിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. ബിജെപിയുടെ 24 മണിക്കൂർ രാപ്പകൽ സമരം ഇന്ന്. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഹിജാബ് ധരിച്ച കുട്ടിയെ വിലക്കരുതെന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. CBSE സ്കൂളുകളുടെ അധികാരത്തിൽ സർക്കാർ വിശദീകരണം നൽകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ. സമസ്തിപൂർ ജില്ലയിലെ കർപ്പൂരിൽ ആദ്യ റാലി. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്ന് ആകാംക്ഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ. കുമരകത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം നഗരത്തിലേക്ക്. സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് മടങ്ങും. സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ഇന്ന് 25 ഫൈനലുകൾ. ഹർഡിൽസ്, റിലേ ഫൈനലുകൾ ഇന്ന്. ട്രാക്കിൽ പാലക്കാടിന്റെ കുതിപ്പ്. ഓവറോൾ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം 1-ാം. അപ്പോൾ വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തകളും. ആദ്യം മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിച്ച് തുടങ്ങാം അല്ലേ. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. വടക്കൻ ജില്ലകളിലാണ് പ്രത്യേകിച്ച് മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്നുള്ളത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത്. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇന്നും അതിശക്തമായ മഴയാണ്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അല്ലേ? അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും വടക്കൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരത്തും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഒരു ഓറഞ്ച് അലേർട്ടിന്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന മഴയുടെ സാന്നിധ്യം നമുക്ക് പ്രകടമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ അത് നഗരപ്രദേശങ്ങളാകട്ടെ, ഒപ്പം തന്നെ റൂറൽ ഏരിയ ആകട്ടെ, മലയോര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരം കടപുഴകി വീഴുകയും ഒപ്പം തന്നെ രാത്രികാല നിരോധനമടക്കം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അടുത്ത 5 ദിവസവും സമാനമായ രീതിയിൽ മഴ തുടരുകയും ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ കാലവർഷം
ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു മഴയുടെ സാന്നിധ്യം അത് രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ ഇടിമിന്നലും ഒക്കെയായി അതിശക്തമായ മഴ ലഭ്യമാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ രാവിലെയെന്നോ ഉച്ചയെന്നോ വൈകിട്ടെന്നോ രാത്രിയെന്നോ ഒന്നുമില്ലാതെ തന്നെ എപ്പോഴും മഴ ലഭ്യമാകുന്ന ഒരു സാഹചര്യം, അത് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ അറബിക്കടലിലും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിന്റെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വ്യതിയാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് കരുതാനാകുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നത്തെ മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും യെല്ലോ അലർട്ടും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പൊന്നും ഇല്ലാത്തത് എന്നുള്ളതാണ്. പക്ഷേ ആ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴ ലഭ്യമാകുന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്, കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ഈ മാസം 27 വരെ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് പാലിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാത്രി കാലങ്ങളിൽ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് താമസിക്കുന്നവരൊക്കെ രാത്രികാലങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കണമെന്നുള്ളതാണ്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യാത്ര നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൂടി അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം. കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ വലിയ രീതിയിൽ മഴ നാശനഷ്ടമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ മുൻകരുതൽ എന്ന രീതിയിൽ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ ഒക്കെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ ഉടനടി മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് ഇപ്പോഴും തോരാതെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. ഇങ്ങനെ അതായത് ഒരു അതിശക്തമായ മഴയെന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും തന്നെ ഇടവിട്ട് ഇങ്ങനെ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ നിന്ന് കാണുന്നത്. റൂറൽ ഏരിയയിലും സമാനമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. യെസ്, തീർച്ചയായും. MG മിഥുനാണ് മഴ മുന്നറിയിപ്പുകളൊക്കെ വിശദമായി പങ്കുവച്ചത്. എന്തായാലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടവിട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ എല്ലാ ജില്ലകളിലുമുണ്ട്. ഇതിപ്പോൾ തലസ്ഥാനത്തെ സാഹചര്യം നമ്മൾ കണ്ടു. രാവിലെ തന്നെ നല്ല മഴയാണ്. ഈ ഇരട്ട ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അപ്പോൾ അതീവ ജാഗ്രത വേണം. പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തെ 27 വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കടലിൽ പോകരുത് എന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. ഇനി മലയോര മേഖലകളിലേക്ക് എത്തിയാൽ അവിടെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നതിനാൽ തന്നെ രാത്രി യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ അതീവ ജാഗ്രത വേണം എന്നതാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം നദീതീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇനി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ദുഃഖകരമായ ഒരു ദുരന്ത വാർത്ത ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ബസ്സിന് തീപിടിച്ച് 20 പേർ വെന്തു മരിച്ചു. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. നിരവധി പേർ ചികിത്സയിലാണ്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഒരു വലിയ ദുരന്തമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമിക വിവരമുണ്ടോ? 20 പേരാണ് മരിച്ചത്. ബാക്കി 20 പേരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? ആര്യ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ദുരന്തമാണ്. വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. കർണൂൽ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയാണ് ഈ ദുരന്തമുണ്ടായത്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്തിരുന്ന കാവേരി എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബസ്സിനാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിൽ തീപിടിക്കുകയുണ്ടായിരുന്നത്. പ്രാഥമിക വിവരങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ ആക്സിഡന്റ് ഈ റോഡിൽ നടന്നിരുന്നു. ബസ്സിന് മുൻപിൽ ഒരു ഇരുചക്ര വാഹനം വന്ന് ഇടിക്കുകയും ഇത് കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയും
തീപിടുത്തമുണ്ടാവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്കിന് തീപിടിക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് ബസ് മുഴുവൻ കത്തി നശിക്കുകയുണ്ടായിരുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ബസ്സിൻ്റെ മുൻഭാഗത്താണ് ആദ്യം തീപിടിച്ചത്. മുൻഭാഗത്ത് തീപിടിച്ച് പിന്നീട് മറ്റ് ഭാഗങ്ങളിലേക്ക് അത് പടരുകയായിരുന്നു. ബസ്സിൻ്റെ മുൻഭാഗത്ത് തീപിടിച്ചതിനാൽ തന്നെ യാത്രക്കാർക്ക് പലർക്കും ഇറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ അപകടത്തിൽ ഒരുപാട് പേർ, ഏതാണ്ട് 20-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിവരം ലഭിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പലരും ജനാല തകർത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ബസ്സിനകത്ത് നിന്ന്. അവർ മാത്രമാണ് നിലവിൽ പരിക്കുകൾ അധികമില്ലാതെ രക്ഷപ്പെട്ട മറ്റു ചിലർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. കർണൂൽ ആശുപത്രിയിൽ ഈ സൗകര്യങ്ങൾ കുറവായതിനാൽ കൂടുതൽ പേരെ ഹൈദരാബാദിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ ദുരന്തമാണ് നടന്നത്. ഒരുപാട് ഇവിടേക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്താനും നല്ല സമയമെടുത്തു. ടൗണിൽ നിന്ന് നല്ല ദൂരെയുള്ള സ്ഥലം, വളരെയധികം ഒരു റൂറൽ മേഖലയിലാണ് ഈ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം എത്തി തീ അണയ്ക്കാനായിട്ടുള്ള സമയം എടുത്തത് കാരണമെല്ലാം ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് ഒരുപാട് കൂടിയിട്ടുണ്ട്. നിലവിൽ 10 മുതൽ 12 പേർ വരെ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മൊത്തം 42ഓളം പേരാണ് ഈ ബസ്സിനകത്തുണ്ടായിരുന്നതായിട്ട് വിവരം ലഭിക്കുന്നത്. ആരൊക്കെയാണ് മരിച്ചത്, അവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ബംഗളൂരുവിലേക്കുള്ള ബസ് ആയതിനാൽ തന്നെ കൂടുതൽ പേരും കർണാടക സ്വദേശികളാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. അവിടെയുള്ള ഇനി ഈ പാസഞ്ചേഴ്സിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഒരു ബസ്സായിരുന്നു അല്ലേ? ഇതൊരു ട്രാവൽസ് ആയിരുന്നു, സ്വകാര്യ സ്ലീപ്പർ ട്രാവൽ ആയിരുന്നു. ഈ ബസ്സിനാണ് നിലവിൽ ഇപ്പോൾ തീപിടിച്ചതായിട്ട് വിവരം ലഭിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ കാവേരി ട്രാവൽസ് എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഇന്ന് പുലർച്ചെ 3:30 ഇത്ര വലിയൊരു അപകടം നടന്നത്. ഈ ബസ്സിൻ്റെ ടാങ്കിനുൾപ്പെടെ തീപിടിച്ചത് കാരണമാണ് ഇത്ര വലിയ രീതിയിൽ ബസ് പൂർണ്ണമായിട്ട് കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ് എന്തായാലും പൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരൊക്കെ എല്ലാം നിലവിൽ ചികിത്സയിലാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള എൻ ചന്ദ്രബാബു നായിഡു അദ്ദേഹം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി അദ്ദേഹവും വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് നടന്നാണ് ഈ അപകടം ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചത്. മറ്റ് കാര്യങ്ങളെല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. പുലർച്ചെ നടന്ന അപകടമായതിനാൽ തന്നെ അധികം പേരൊന്നും സംഭവ സ്ഥലത്തില്ലായിരുന്നു. അതുപോലെ തന്നെ വളരെ റൂറൽ മേഖലയായിരുന്നു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ മുഴുവൻ ഒരു നല്ല രീതിയിൽ പുരോഗമിക്കാനായിട്ട് പിന്നെയും ഒരുപാട് സമയമെടുത്തു. ഇതെല്ലാം കാരണമാണ് അപകടത്തിൽ മരണസംഖ്യ ഉൾപ്പെടെ ഇത്രയധികം ഉയരാൻ കാരണം. നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് മരണസംഖ്യ ഇനിയും കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള സാഹചര്യമാണുള്ളത്. പലരും വളരെയധികം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ കർണൂലിൽ അധികം അത്ര നല്ല ആശുപത്രികളൊന്നും ഇല്ലാതിരുന്നതിനാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഇത് കാരണം തന്നെ ഒരുപാട് പേരുടെ ചികിത്സ വൈകുന്ന ഒരു സാഹചര്യവുമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കാരണം മരണസംഖ്യ ഇനി എത്രമാത്രം ഉയരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ ബസ്സിൻ്റെ മുൻഭാഗത്ത് തീപിടിച്ചത് കാരണമാണ് ഇത്ര വലിയ രീതിയിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ ബസ്സിനകത്ത് കുടുങ്ങിപ്പോകുന്ന ഒരു നിലയുണ്ടായത്. ഈ ഒരു ജനാല തകർത്ത് ചാടി രക്ഷപ്പെട്ട ചില ആളുകൾ മാത്രമാണ് അധികം പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് എന്നതുകൂടി ഇതിൽ എടുത്തു പറയണം. ഇവർ തന്നെയാണ് മറ്റ് നാട്ടുകാരെ ഉൾപ്പെടെ വിളിച്ച് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കുകയും ചെയ്തത്. യെസ്, തീർച്ചയായും. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതിദാരുണമായ ഒരു അപകടമാണ് ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ നടന്നത്. ബസ്സിന് തീപിടിച്ച 20 പേരാണ് വെന്തു മരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, ഹിജാബ് ധരിച്ച് കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തണമെന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹർജിയുമായി സ്കൂൾ മാനേജ്മെന്റ് കോടതിയിലെത്തിയത്. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് VG അരുൺ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. CBSE സ്കൂളുകളിൽ ഇത്തരത്തിൽ നിർദ്ദേശം നൽകാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന് കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. തുടർന്നായിരിക്കും ഹർജിയിൽ വിധി ഉണ്ടാവുക.
ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. എത്രത്തോളം വലിയ വിവാദമായ ഒരു വിഷയമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകാൻ പോകുന്ന വിധി, അത് പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കുടുംബത്തെ സംബന്ധിച്ച്, ഈ സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അല്ലേ? തീർച്ചയായിട്ടും ആര്യ, ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിന് മറുപടി നൽകിയ ശേഷം ഇത് കോടതിയുടെ പരാമർശങ്ങൾ ഇതിൽ നിർണായകമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ അടിയന്തരമായി DDE നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്റ്റേ ചെയ്യണം എന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം. അങ്ങനെയായിരുന്നു. അതായത് ഹിജാബ് ധരിച്ച് കുട്ടികളെ സ്കൂളിൽ അനുവദിക്കണമെന്ന് ആയിരുന്നു DDE നിർദ്ദേശം നൽകിയിരുന്നത്. അതിനനുസരിച്ചിട്ട് ആ നിർദ്ദേശം സ്റ്റേ ചെയ്യണം, അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം. അതായിരുന്നു അത് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത് വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ അത്തരം ഒരു ഹർജി പരിഗണിക്കാൻ കഴിയുള്ളൂ എന്നാണ് ജഡ്ജിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയുടെ വിശദാംശങ്ങൾ സർക്കാരിലേക്ക് ചില ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് CBSE സ്കൂളുകളിൽ ഇത്തരം അധികാരങ്ങൾ ഉപയോഗിക്കാൻ സർക്കാരിന് കഴിയുമോ? അതിനുള്ള മറുപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് കോടതിയിൽ നൽകും. അതിനുശേഷമായിരിക്കും ഹർജി പരിഗണിക്കുക. അത് മാത്രമല്ല, എപ്പോഴും ഇരുവശം കേട്ട ശേഷം മാത്രമേ ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ഈ ഹർജി പ്രധാനമായി ഈ ഹർജി അടിയന്തരമായി DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. അതും ഹിജാബ് ധരിച്ച് കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നത്. അങ്ങനെയായിരുന്നു. DDEയുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായിട്ടാണ് സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം കുട്ടിയുടെ പിതാവിനെ കൂടി കേസിൽ കക്ഷി ചേർത്തേക്കും എന്നാണ് അറിയുന്നത്. ഉണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങളും ഇന്നുണ്ടാകും. എന്തായാലും ഇന്ന് തന്നെ ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുമെന്നാണ്, ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഒരു 10-11 മണിയോടുകൂടി ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അറിയാം ആജ്ഞ, ഈ കുട്ടിയുടെ കുടുംബം നേരത്തെ അറിയിച്ചിരുന്നത് ഈ കോടതി വിധി വന്നതിന് ശേഷം ഈ സ്കൂൾ മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ് അല്ലേ? ഈ ഹിജാബ് ധരിച്ച് തന്നെ സ്കൂളിൽ എത്താം എന്നുള്ള DDEയുടെ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ്. അതിൽ സ്റ്റേ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ആ സ്കൂളിൽ തന്നെ തുടരാനുള്ള സാഹചര്യമല്ലേ ഉള്ളത്? ഈ തീരുമാനം കുട്ടിയുടെ പിതാവ് അങ്ങനെ അറിയിച്ചിരുന്നെങ്കിലും കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ തുടരാനെന്നാണ് അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. TC വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് അങ്ങനെയാണ്. സ്കൂൾ മാനേജ്മെന്റ് വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തിയാൽ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് മറ്റൊരു തടസ്സവുമില്ല, മറ്റൊരു നിയമ തടസ്സവുമില്ല, മറ്റൊരു പ്രശ്നവുമില്ല. എങ്ങനെയായിരുന്നു നേരത്തെ ആ കുട്ടി ആ സ്കൂളിൽ പഠിച്ചിരുന്നത് അതുപോലെ തന്നെ അതിനെ പരിഗണിക്കും എന്ന് തന്നെയായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതെന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ കുട്ടിയുടെ പിതാവാണ് പിന്നീട് നിലപാട് മാറ്റിയതും. അദ്ദേഹം TC വാങ്ങിയ ശേഷം മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ്. കാരണം കുട്ടിക്ക് അവിടെ തുടരാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞതിനെ തുടർന്നാണ്. അതേസമയം അതിനു മുൻപ് ഈ പ്രശ്നം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഹൈബിയുടെ MPയുടെയും അതുപോലെ മുഹമ്മദ് ഷിയാസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഡൊമിനിക് പ്രസന്റേഷന്റെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു, ഒരു അനുരഞ്ജന ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം പിതാവ് തയ്യാറായതാണ് സ്കൂളിൽ ഹിജാബ് ധരിക്കാതെ കുട്ടി വരുന്നതിന് കുട്ടിയോട് കുട്ടിയെ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പിതാവ് അറിയിച്ചിരുന്നതുമാണ്. തുടർന്ന് പിന്നീടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അത് പിന്നെയും വീണ്ടും വിവാദത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും തുടർന്ന് കുട്ടിയുടെ പിതാവ് ആ നിലപാടിൽ നിന്ന്, അതായത് കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് സ്കൂളിൽ വിടണമെന്ന് അദ്ദേഹം പിന്നീട് നിർബന്ധം പിടിച്ചില്ല. പക്ഷെ കുട്ടിയെ സ്കൂളിൽ നിന്നും TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുകയാണ്. കാരണം കുട്ടിക്ക് തുടരാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷേ ഈ കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവരുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജി സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തൽക്കാലത്തേക്ക് ഈ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പിതാവും അറിയിച്ചത്. കോടതി വിധി വന്നതിന് ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ അന്തിമ തീരുമാനം താനും എടുക്കാമെന്ന് അറിയിച്ചിരുന്നത് അങ്ങനെയാണ്. എന്തായാലും പിതാവിനെ കൂടി കേസിൽ കക്ഷി ചേർക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, യെസ്, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ
അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം വൈകാതെ അപേക്ഷ നൽകും. കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുരാരി ബാബുവിനെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം ഉടൻ വിളിച്ചു വരുത്തും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെയാകും വൈകാതെ ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് BJP. രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും സംഘടിപ്പിക്കും. ഇന്നും നാളെയും നടക്കുന്ന പ്രതിഷേധം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റിന്റെ 3 പ്രവേശന കവാടങ്ങളും BJP പ്രവർത്തകർ ഉപരോധിക്കും. CPIയുടെ എതിർപ്പുകൾ മറികടന്ന് PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു. RSS അജണ്ടയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ആരോപിച്ച് CPI ഇതിനെ എതിർത്തിരുന്നു. ഇത് അവഗണിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. സംസ്ഥാനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഇതോടെ തടഞ്ഞുവെച്ച ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാർട്ടിയെ വഞ്ചിച്ച് കരാർ ഒപ്പിട്ടതിൽ തുടർ നീക്കം ചർച്ച ചെയ്യാൻ CPI അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന നിലപാടിലാണ് CPI. കേരള സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ എത്തും. രാഷ്ട്രപതി എത്തുന്നതോടെ അതനുബന്ധിച്ച് കടുത്ത ഗതാഗത നിയന്ത്രണമാണ് സിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 11:30 കുമരകത്ത് നിന്ന് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന ഹെലിപാഡിൽ ഇറങ്ങും. മന്ത്രി P. രാജീവ്, മേയർ M. അനിൽകുമാർ, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, ദക്ഷിണ നാവികസേന മേധാവി തുടങ്ങിയവർ രാഷ്ട്രപതിയെ സ്വീകരിക്കും. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം വളരെ ദീർഘമായ ഒരു കേരള സന്ദർശനം തന്നെയായിരുന്നു രാഷ്ട്രപതിയുടേത്. ഇതിപ്പോൾ 4ാം ദിവസം എത്തി നിൽക്കുന്നു. ഇന്ന് രാഷ്ട്രപതിയുടെ മടക്കമാണ്. കൊച്ചിയിലേക്ക് എത്തി അവിടെ ചില പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങുക രാഷ്ട്രപതി. അപ്പോൾ ഇന്ന് കൊച്ചിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണം മാത്രമല്ല, രാഷ്ട്രപതി എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ, ഇന്നത്തെ രാഷ്ട്രപതിയുടെ പരിപാടികൾ, അതൊക്കെ എങ്ങനെയാണ്? ആര്യ, ഇന്നലെ കോട്ടയത്തെയും ശിവഗിരിയിലെയും പരിപാടികൾക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം കുമരകത്ത് താജ് റിസോർട്ടിലാണ് രാഷ്ട്രപതി താമസിച്ചിരുന്നത്. അവിടെ നിന്നൊരു 11:30 കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നാവികസേനാ വിമാനത്താവളത്തിലാണ് കൊച്ചിയിലേക്ക് എത്തുക. അവിടെ സ്വീകരിച്ച ശേഷമാണ് 11:55 സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രപതി ആയിരിക്കും. അവിടേക്ക് എത്തും. അതിനുശേഷം ഈ വീണ്ടും ഈ ഹെലിപ്പാഡിലെത്തിയ ശേഷമാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുക. 1:55 രാഷ്ട്രപതിക്ക് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഫ്ലൈറ്റ്. എന്തായാലും 1:55 ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് പ്രത്യേകിച്ചും നേവൽ ബേസ് മുതൽ തേവര MG റോഡ്, ജോസ് ജംഗ്ഷൻ, BTH, പാർക്ക് അവന്യൂ റോഡ്, മേനക, ഷൺമുഖം റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. രാഷ്ട്രപതി എത്തുന്ന സമയം മുതൽ മടങ്ങിപ്പോകുന്നത് വരെ, അതായത് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. 1:55 രാഷ്ട്രപതി മടങ്ങിപ്പോകുന്നത്. 1:30 എന്തായാലും കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നേവൽ ബേസിന്റെ വിമാനത്താവളത്തിലാണ് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറിയാം. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഇന്ന് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണമുണ്ട് രാഷ്ട്രപതി എത്തുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് പ്രേക്ഷകരൊന്ന് ശ്രദ്ധയിൽ വെച്ചിരിക്കുക. ബീഹാർ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമസ്തിപൂർ ജില്ലയിലെ കർപ്പൂരി ഗ്രാമത്തിലെത്തുകയാണ്. 2020 ജില്ലയിലെ 10 സീറ്റിൽ 5 എണ്ണത്തിലും NDA പരാജയപ്പെട്ടിരുന്നു. ജയിച്ച 5 എണ്ണം നിലനിർത്തി തോറ്റ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലയിലെ BJP നേതൃത്വം ശ്രമിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വമ്പൻ പ്രചാരണത്തിലേക്ക് NDA കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാസഖ്യവും പ്രചാരണത്തിലേക്കൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഒക്കെ ചർച്ചയിലൂടെ പരിഹരിച്ചതിന് ശേഷം കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ബീഹാറിൽ മഹാസഖ്യം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മുന്നണിയിലെ ആശയക്കുഴപ്പം വലിയ തോതിൽ പരിഹരിക്കാനായി എന്ന വിലയിരുത്തലിലാണ് ഘടകകക്ഷികൾ ഉള്ളത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹ്നിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം. ബീഹാറിൽ മഹാസഖ്യം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തേജസ്വി യാദവാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ലാലു പ്രസാദ് യാദവിൻ്റെ അവസാനത്തെ മകൻ, അതായത് 9ാമത്തെ മകൻ ആണ് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് മഹാസഖ്യം വ്യക്തമാക്കുന്നത്. തേജസ്വിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ഈ സഖ്യത്തെ നയിക്കാനാകും, നിതീഷ് കുമാറിനെ എത്ര കണ്ട് നേരിടാനാകും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയ കോണുകളിൽ ഉയരുകയാണ്. നിതീഷും ലാലുവും വലിയ അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ജനതാ രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ച നേതാക്കളാണ്. ബഡാബായ് ചോട്ടാബായ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് ഒട്ടനവധി ഇടങ്ങളിൽ ആളുകൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇത്തവണ നിതീഷിനെ നേരിടാൻ ലാലു രംഗത്തിറങ്ങുന്നത് തൻ്റെ 9ാമത്തെ മകനെയാണ്. അപ്പോൾ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ അവിടെ മുകേഷ് സഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുകേഷ് സഹ്നിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. ഇതിൽ തേജസ്വിയുടെ ഒരു സവിശേഷത, തേജസ്വിക്ക് യുവാക്കൾ, അതുപോലെ യാദവ വിഭാഗത്തിലുള്ള ആളുകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിംകൾ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലൊക്കെ വലിയ ഒരു സ്വാധീനമുണ്ട്. BJPയെ എതിർക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ, നേരിടാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ തേജസ്വിക്ക് ഉള്ളൊരു പ്രശ്നം, ഉന്നത അല്ലെങ്കിൽ ഉയർന്ന സമൂഹങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ഇല്ല എന്നത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ യാദവരല്ലാത്ത നോൺ യാദവ് OBC വിഭാഗങ്ങൾക്കിടയിൽ ഉള്ളൊരു സ്വാധീനക്കുറവുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അതോടൊപ്പം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ, അതായത് ഉയർന്ന ജാതിയാണ് പക്ഷേ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വാധീനക്കുറവുണ്ട് എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവ് മുകേഷ് സഹാനിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇത് അത്തരം വിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ തേജസ്വിയെ ഈ നീക്കം കൊണ്ട് സഹായിക്കും. കാരണം മുകേഷ് സഹനിക്ക് ആ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നമ്മൾ ഉയർന്ന ജാതി എന്നൊക്കെ വിളിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ഉണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ വരുമ്പോൾ അതൊരു ബാലൻസിന് വഴിവെക്കും എന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. രാഘവപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി മത്സരിക്കുന്നത്. നമുക്കറിയാം 2015 തേജസ്വി അവിടെ നിന്ന് ജയിച്ചിരുന്നു. അങ്ങനെയാണ് ആദ്യമായി ഉപമുഖ്യമന്ത്രി ആകുന്നത്. പിന്നീട് 2020 ഇതേ മണ്ഡലത്തിൽ നിന്ന് തേജസ്വി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ തേജസ്വിക്ക് ഭരണത്തിലെത്താൻ കഴിയുന്നില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അന്ന് RJD മാറുന്നൊക്കെയുണ്ട്. 2018 തന്നെ തേജസ്വി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. ബീഹാറിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി ഉയരുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുന്നില്ല. സഖ്യത്തിന് ഏറെക്കുറെ 110 സീറ്റോളം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരികയാണ് തേജസ്വിക്ക്. പിന്നീടാണ് അവിടെ നിതീഷ് കുമാർ NDAയുമായി പിണങ്ങുന്നത്. അങ്ങനെ 2022 ഓഗസ്റ്റ് 10 നിതീഷ് NDAയിൽ നിന്ന് പിണങ്ങി പുറത്തു വരുന്നു. ആ പുറത്തു വന്ന സാഹചര്യത്തിൽ മഹാസഖ്യത്തിലെ പാർട്ടികൾക്കൊപ്പം ചേരുന്നു. അങ്ങനെ ഒരു പുതിയ സർക്കാർ അവിടെ രൂപീകരിക്കുന്നു. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവായി അതുവരെ പ്രവർത്തിച്ചിരുന്ന തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നത്. അങ്ങനെ 2 തവണ ബീഹാറിൻ്റെ ചരിത്രത്തിൽ തേജസ്വി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുറച്ച് ഘട്ടം അവിടെ പ്രതിപക്ഷ നേതാവായും ചുമതലയേറ്റിട്ടുണ്ട്. തേജസ്വിക്ക് വളരെ നല്ലൊരു ഭാവിയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട്.
അശോക് ഗെഹ്ലോട്ടിന് അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതലയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ തേജസ്വി തന്നെയാണ് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അശോക് ഗെഹ്ലോട്ട് പറയുന്നു. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തേജസ്വിക്ക് വളരെ സുപ്രധാനമായ ഒരു റോളാണ്, ഒരു പങ്കാണ് നിർവഹിക്കാനുള്ളത് എന്ന് അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ തേജസ്വി തന്നെ മുഖ്യമന്ത്രി ആക്കും എന്ന്, അല്ലെങ്കിൽ ഈ സഖ്യം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. അത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനെതിരെയുള്ള തൻ്റെ ശക്തമായ ഒരു പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏറ്റവും അധികം BJP ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ഇരട്ട എഞ്ചിൻ എന്നുള്ളത്. അതായത് കേന്ദ്രത്തിൽ BJP സർക്കാരുണ്ട്, അപ്പോൾ സംസ്ഥാനത്ത് കൂടി ഒരു BJP അനുകൂല NDA സർക്കാർ ഉണ്ടായാൽ അത് ഒരു ഇരട്ട എഞ്ചിൻ്റെ ഫലം ചെയ്യും എന്ന് BJP എല്ലാ പ്രചരണ ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തേജസ്വി അതിനെ പരിഹസിക്കുകയാണ്. ഇരട്ട എഞ്ചിൻ എന്നത് ഒരു എഞ്ചിൻ അഴിമതിയും മറ്റൊന്ന് ഈ കുറ്റകൃത്യം ചെയ്യുന്നതുമാണ്. ആ ഇരട്ട എഞ്ചിന് താൻ തകർക്കും എന്നാണ് തേജസ്വിയുടെ ഒരു പ്രയോഗമായി വരുന്നത്. അപ്പോൾ 2020 നമുക്കറിയാം 23% ആണ് RJDയുടെ അന്നത്തെ വോട്ട് ശതമാനം. ഏറ്റവും അധികം വോട്ടുകൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടി എന്ന 2020 തെരഞ്ഞെടുപ്പിൽ RJD തെളിയിച്ചിട്ടുണ്ട്. BJPക്ക് ഏതാണ്ട് 19.46% വോട്ടുകളാണുള്ളത്. JDUവിനാകട്ടെ 15.35% വോട്ടുകളാണുള്ളത്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ചേർന്ന് NDA സഖ്യം ഉണ്ടാക്കുമ്പോഴാണ് അത് മറ്റ് RJDയേക്കാൾ മുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് BJP മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സിന് അവിടെ കാര്യമായൊരു സ്വാധീനം ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിലും ഒരു 9% വോട്ട് കോൺഗ്രസ്സിനുണ്ട്. ഇടത് പാർട്ടികളുടെ വോട്ട് 4% അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. അപ്പോൾ തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദിൻ്റെ മകൻ എന്നതാണ് തേജസ്വിക്കുള്ള ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ ബലം. തേജസ്വിക്ക് വലിയ വിദ്യാഭ്യാസമില്ല. 6ാം ക്ലാസ്സോടുകൂടി തന്നെ പഠിപ്പ് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തേജസ്വി നീങ്ങി. 10ാം ക്ലാസ് പാസ്സായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവകാശവാദമൊന്നും തേജസ്വിക്കില്ല. പക്ഷേ ഒരു അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമായിരുന്നു അവിടെ ബീഹാറിൽ പല പ്രധാന മത്സരങ്ങളിലൊക്കെ കളിക്കാൻ തേജസ്വിക്ക് കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തേജസ്വി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ലാലുവിൻ്റെ 9 മക്കളിൽ 2 പേർ ആൺകുട്ടികൾ, ബാക്കി പെൺകുട്ടികളാണ്. അപ്പോൾ തേജസ്വി യാദവും അതുപോലെ തന്നെ തേജ് പ്രതാപ് യാദവിനും ഒരുപോലെ ആണ് ഈ ബീഹാറിലെ രാഷ്ട്രീയ സാധ്യതകൾ തുറന്നിട്ടത്. കാരണം ലാലു അഴിമതി ആരോപണത്തിൽ കുടുങ്ങി ജയിലിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ 2 പേർക്കും ഏതാണ്ട് ഒരേ പോലത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ തേജസ്വി അത് വളരെ ഫലപ്രദമായി വിനിയോഗിച്ചു. അതേസമയം തേജ് പ്രതാപ് ആകട്ടെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. തനിക്ക് ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അയാൾ തുറന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു പ്രതികരണം വന്ന ഘട്ടത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഏർപ്പെടുത്തിയെന്ന് കണ്ടുകൊണ്ട് RJDയിൽ നിന്ന് പുറത്താക്കാൻ ലാലു തന്നെ അതിന് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ തേജസ്വിയിലേക്ക് നേതൃത്വം വരികയാണ്. ഇത് തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം വലിയ സുപ്രധാനമായ ഒരു നേട്ടമാകും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഹാസഖ്യത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു മാറ്റത്തിന് വഴിവെക്കും. പല സർക്കാർ, ഇപ്പോൾ ഷീലാ ദീക്ഷിതിനെ പോലെ ഒക്കെയുള്ള ദീർഘകാലം അധികാരത്തിലിരുന്ന ആളുകൾ പിന്നീട് തോൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മഹാഗഠബന്ധൻ ഉള്ളത്. അപ്പോൾ തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണങ്ങളിലും ഒട്ടും കുറവില്ല. IRCTC ഹോട്ടൽ സ്കാം കേസ് എന്ന കേസ് ലാലുവിനെതിരെ വന്നപ്പോഴും ഒക്കെ അതിൽ തേജസ്വിൻ്റെ പേരും ഉണ്ടായിരുന്നു. ഭൂമിക്ക് ജോലി എന്ന ഒരു പദ്ധതി ബീഹാറിൽ ഏർപ്പെടുത്തിയ ഘട്ടത്തിലും ആ സംഭവത്തിലും അതിനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ തേജസ്വിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളിലും അദ്ദേഹം കുടുങ്ങുന്നുണ്ട്. അതൊന്ന് ഈ ഗുജറാത്തിനെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഗുജറാത്ത് തക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് തേജസ്വിയെ ഒരു വിവാദത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവാദങ്ങൾ ഒരു വശത്ത്, അഴിമതി ആരോപണങ്ങൾ നേരിട്ട് മറുവശത്ത്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും കരുത്തനായി തേജസ്വി വരികയാണ്. ഈ RJDയിൽ ഈ വോട്ട് ശതമാനം ഉയർത്താൻ കഴിഞ്ഞാൽ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി തേജസ്വി മാറുന്നു എന്ന കാര്യം അങ്ങനെ സ്ഥിരീകരിക്കാനാകും. ഒപ്പം തന്നെ തൻ്റെ വളരെ അടുത്ത മിത്രം, അല്ലെങ്കിൽ അടുത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന നിതീഷ് കുമാറിന് ലാലു പ്രസാദ് യാദവ് തേജസ്വിയിലൂടെ നൽകുന്ന
തന്ത്രം, തേജസ്വിയിലൂടെ ഒരുക്കുന്ന തന്ത്രം എന്തായിരിക്കും, തേജസ്വിയിലൂടെ നൽകുന്ന മറുപടി എന്തായിരിക്കും, ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ 2 കടകൾ കത്തിനശിച്ചു. രാത്രി 2:30-നാണ് തീപിടുത്തമുണ്ടായത്. ചെറുവണ്ണൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പലചരക്ക് കടയും മിൽമ സ്റ്റോറിനുമാണ് തീപിടിച്ചത്. കടകൾക്ക് മുകളിലൂടെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. ഉടനെ മീൻചന്തയിൽ നിന്നും 3 യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, വലിയ നാശനഷ്ടമുണ്ടായി അല്ലേ? അതായത് ചെറുവണ്ണൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു പലചരക്ക് കടയും മിൽമ സ്റ്റോറുമാണ് തീപിടുത്തത്തിൽ നശിച്ചിരിക്കുന്നത്. രാത്രി അല്ലെങ്കിൽ പുലർച്ചെ വഴിയിലൂടെ പോയ യാത്രക്കാരാണ് ഈ പുക ഉയരുന്നത്, കടകൾക്ക് മുകളിലൂടെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ ശ്രദ്ധയിലാണ് പെട്ടത്. തുടർന്ന് യാത്രക്കാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും മീൻചന്തയിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയുമായിരുന്നു. എന്തായാലും ഏറെ നേരം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഈ കടയ്ക്കുള്ളിലോ മറ്റോ ഒക്കെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജീവനക്കാരെ മറ്റോ കിടക്കുകയൊന്നും ചെയ്യാഞ്ഞതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്താണ് അപകട കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ ചിത്രം കിട്ടിയിട്ടില്ല. അതേക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ ഇന്ന് നടക്കും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിലാണ് 2 കടകൾ കത്തി നശിച്ചത്. രാത്രി 2:30-ഓടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, പന്നിയങ്കര ടോൾ പ്ലാസയിൽ പന്നികളെ കൊണ്ടുവന്ന വാഹനം തടഞ്ഞ് ഫാം ഉടമകൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെ കേരളത്തിലേക്ക് കടത്താൻ പാടില്ലെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് പന്നികളെ രാത്രികാലങ്ങളിൽ വ്യാപകമായി കടത്തുന്നത്. 2 വാഹനങ്ങളിലായി കടത്തിയ പന്നികളെയാണ് ഇപ്പോൾ പ്രദേശത്ത് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് 25 ഫൈനലുകളാണ് നടക്കുന്നത്. ഹർഡിൽസും 4x400 മീറ്റർ റിലേ ഫൈനലുകളുമാണ് ഇന്നത്തെ ഗ്ലാമർ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ഇപ്പോഴും ആധിപത്യം തുടരുകയാണ്. കണ്ണൂരാണ് 2ാം സ്ഥാനത്ത് ഉള്ളത്. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടിന്റെ കുതിപ്പാണ് ഇതുവരെ. MS ഹരികൃഷ്ണനുണ്ട് നമുക്കൊപ്പം കായികമേളയുടെ വിശേഷങ്ങളുമായി. ഹരി, ഇന്നത്തെ ഗ്ലാമർ പോരാട്ടങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഹേർഡിൽസിൽ അടക്കമുള്ള 25 ഇനങ്ങളിലെ ഫൈനലുകൾ നടക്കാൻ പോവുകയാണ്. അതേസമയം പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും തിരുവനന്തപുരം ആധിപത്യം തുടരുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ പെട്ടെന്ന് തൊടാനൊന്നും പറ്റുന്നില്ല ഒരു ജില്ലയ്ക്കും. കഴിഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ തിരുവനന്തപുരം അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗെയിംസും അക്വാട്ടിക്സിലും തിരുവനന്തപുരത്തിന്റെ സർവാധിപത്യമാണ്. ട്രാക്കിൽ പാലക്കാടാണ് തകർക്കുന്നതെങ്കിൽ അക്വാട്ടിക്സിലും മറ്റുള്ള ഗെയിംസിലും തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്നില്ല മറ്റു ജില്ലകൾക്ക്. കണ്ണൂരൊക്കെ നല്ലോണം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും കണ്ണൂരിനേക്കാൾ ഏകദേശം 2 ഇരട്ടിയോളം മുന്നിലാണ് തിരുവനന്തപുരം. അതാണ് നിലവിലത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ എങ്ങനെയാണോ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഉടനെ തന്നെ 1000 പോയിന്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് അപ്ഡേറ്റഡ് പോയിന്റ് നമ്മളൊന്ന് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാം. 968 പോയിന്റോടെയാണ് തിരുവനന്തപുരം നിൽക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മാറി ഒന്ന് തൃശ്ശൂരിലേക്ക് ഒന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരാണ് ഇപ്പോൾ രണ്ടാമത് 454. അത്രയും പോയിന്റ് വ്യത്യാസമുണ്ട്. അതായത് 968ഉം 454. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 500-ന് മുകളിലുള്ള പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. 3ാം സ്ഥാനത്താണ് കണ്ണൂർ 426 നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് നിലവിലത്തെ സാഹചര്യം. പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ട്രാക്കിലോ ഫീൽഡിലോ ഗെയിംസോ അക്വാട്ടിക്സിലോ ഒന്നും അല്ല. ഞാൻ ഒന്ന് പഴയ നമ്പൂതിരി ഒന്ന് കാണാൻ വന്നതാണ്. അത് പിന്നീട് ഫ്രെയിം കണ്ടപ്പോഴാണ് ഹരി മനസ്സിലായത് ട്രാക്കിലും മറ്റ് കളിക്കളത്തിലും ഒന്നും അല്ല ഹരി ഉള്ളത് എന്നുള്ളത്. രാവിലെ എന്താണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ്? അല്ല അതല്ല, ഞാൻ ഒന്ന് നമ്മുടെ പഴയ മുതിരി ഒന്ന് കാണാൻ വന്നതാണ്. ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കും. കാരണം ഇത് രാവിലെ ഇടിയപ്പവും സ്റ്റൂ ആയിരുന്നു. പറയായിരിക്കും ആദ്യ ഗംഭീര ഭക്ഷണമായിരുന്നു. പിന്നെ നമുക്ക് മുട്ട കിട്ടും, പാല് കിട്ടും, പഴം കിട്ടും. സത്യം പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ പാക്കേജാണ് മുതിരിയുടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഉച്ചയ്ക്ക് ആദ്യത്തെ ദിവസം ബീഫായിരുന്നു, 2ാമത്തെ ദിവസം ചിക്കനാണ്, ഇന്ന് മീനാണ്. അങ്ങനെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കട്ട വെറൈറ്റി ആയിട്ടാണ് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കായിക അധ്വാനമൊക്കെ വേണ്ട ഒരു ഭക്ഷണം കൂടിയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഗംഭീരമായ ഭക്ഷണമാണ് ഒരുക്കുന്നത്. ഇത്തവണ
ഭയങ്കരമായ അഭിപ്രായം സാധാരണ പോലെ തന്നെ ഉണ്ട്. ഇത്തവണ കുറച്ചുകൂടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതാണല്ലോ ഇതിന്റെ പ്രത്യേകത. ഇതിപ്പോ കായികമേളയ്ക്ക് മറ്റേ കലോത്സവം പോലുള്ള വൈവിധ്യം ഭക്ഷണത്തിലില്ല. പക്ഷെ നോൺ വെജ് ഏതെങ്കിലും ഐറ്റംസ് എല്ലാ ദിവസവും ഉൾപ്പെടുത്തുന്നു. അതതിന്റെ പ്രത്യേകതയുള്ളൂ. നമ്മൾ തുടങ്ങിയ ദിവസം നമ്മൾ ചിക്കൻ കൊടുത്ത്, പിന്നെ ബീഫ് കൊടുത്ത്, ഇന്നിപ്പോ നമ്മൾ ഫിഷ് കറി കൊടുക്കണം. അങ്ങനെ അപ്പൊ അടുത്ത ദിവസം മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ ചിക്കൻ ബിരിയാണി കൊടുക്കണം. അങ്ങനെ പരമാവധി ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന മാക്സിമം കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള വെറൈറ്റികൾ ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെ. വെറൈറ്റി ട്രൈ ചെയ്യുന്നില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ടീമുണ്ട് നോൺ വെജ് ചെയ്യുന്ന, അവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുന്നു അത് തന്നെ മറ്റു 4 കേന്ദ്രങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അല്ല മാത്രമല്ല ഇപ്പൊ നമുക്ക് രാവിലെ തന്നെ നമുക്ക് പഴവും പാലും ഒക്കെ കിട്ടുമ്പോഴും പാലും മുട്ട. ഇന്ന് ഇടിയപ്പം സ്റ്റൂ വന്നു, ഇന്നലെ നിങ്ങൾക്ക് പുട്ടായിരുന്നു, ഞാൻ ഇഡ്ഡലി ആയിരുന്നു, നാളെ ദോശയാണ് ഇവിടെ. ഇതെല്ലാം ഞാൻ കഴിച്ചിരുന്നു. എല്ലാം കഴിക്കാം, എല്ലാം കഴിക്കാം. മാത്രമല്ല പിള്ളേര് സന്തോഷത്തോടുകൂടി കഴിക്കുമ്പോഴേ അവർക്ക് നമുക്കതാണല്ലോ ഇതിന് മെനു ഒക്കെ തയ്യാറാക്കുന്നതിന് പിന്നിലുള്ള. അല്ല, അത് ഞങ്ങൾക്ക് ഗവൺമെന്റ് മെനു അടിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കാന്നുള്ള മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട വിഷയം പോലും ഇല്ല. ഇപ്പൊ എന്തിനുള്ള പ്രിപ്പറേഷൻ? ഇത് പാലാണ്. ഇത് നമ്മള് ഒറിജിനൽ പാല് തന്നെ നമ്മള് ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കും. അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചറും വെള്ളത്തിനും ടെമ്പറേച്ചർ എപ്പോഴും തുല്യമായിരിക്കും. അപ്പൊ ഇതൊരു 90 ഡിഗ്രി ചൂടുണ്ട് ഈ പാലിനൊക്കെ. ഇത് ഇതുപോലെ അടുത്തും കൊടുക്കുക. ഇതിന്റെ അകത്ത് മറ്റു പരിപാടികളൊന്നുമില്ല, വെള്ളം ചേർക്കലൊന്നുമില്ല, നേരിട്ട് പാല് കൊടുക്കുക. സർക്കാർ പറയുന്ന മെനു അതനുസരിച്ച് നമ്മൾ ഗംഭീരമായിട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും. അതാണ് നമ്മൾ രാവിലെ ഉള്ള ഒരു കാഴ്ച. നമ്മൾ ജസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം അതിഗംഭീരമായ അഭിപ്രായമാണ്. പിന്നെ പഴയടം കലവറയിൽ അരങ്ങ് വാഴുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വരാതിരിക്കുന്നതും ശരിയല്ലല്ലോ എന്നുള്ളതാണ്. രാവിലെ ഇടിയപ്പവും സ്റ്റൂ ആയിരുന്നു, അതിഗംഭീരമായ ഭക്ഷണം തന്നെയായിരുന്നു. കൂടെ പാലും പഴവും മുട്ടയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു ഞാൻ തോന്നുന്നു. എന്തായാലും നമ്മൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 25 ഫൈനലുകളാണ് ഉള്ളത്. 25 ഫൈനലുകളിൽ വൈകുന്നേരമാണ് തീ വാറുന്ന പോരാട്ടങ്ങൾ. രാവിലെ നമ്മൾ എടുത്തു നോക്കിയാൽ രാവിലെ ഉള്ളത് ക്വാളിഫയിങ് റൗണ്ടിൽ ഉൾപ്പെടെ ഉള്ളതാണ്. ഇപ്പൊ 110 മീറ്റർ ഹേർഡിൽസിലേക്ക് റൗണ്ട് 1 ക്വാളിഫയിങ് ഒക്കെയാണ് രാവിലെ നടക്കുന്നത്. വൈകുന്നേരം, അതായത് നമ്മൾ ഇന്നലെ അത്ലറ്റിക്സിൽ നമ്മൾ വേഗതയേറിയ താരരാജാവിനെയും താരറാണിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 100 മീറ്ററിന്റെ മത്സരങ്ങളൊക്കെ തന്നെ നടന്നത്. ഇന്ന് അതുപോലെ നടക്കാൻ പോകുന്ന അതിഗംഭീരമായ മത്സരമാണ് 4x400 മീറ്റർ റിലേ. എനിക്ക് തോന്നുന്നു അത്ലറ്റിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ, 100 മീറ്റർ റേസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരമാണ് 4x400 മീറ്റർ റിലേ. ആ 4x400 മീറ്റർ റിലേയുടെ ഫൈനൽ റൗണ്ടുകൾ ഇപ്പൊ ജൂനിയർ ഗേൾസിന്റെ, ജൂനിയർ ബോയ്സിന്റേത്, സീനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, ഇത് ഈ 4 കാറ്റഗറിയുടെയും 4x400 മീറ്ററിന്റെ ഫൈനൽ ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെ 600 മീറ്ററും 1500 മീറ്റർ, നമ്മൾ 3000 മീറ്ററിന്റെ മത്സരങ്ങൾ 4 സ്വർണ്ണങ്ങളും പാലക്കാട് എടുത്തോണ്ടങ്ങ് പോയി. 4 മത്സരങ്ങളും പാലക്കാടാണ് നേടിയത്. അതേപോലെ 1500 മീറ്റർ എന്താവും അവസ്ഥ എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും കൂടിയാണ് കേട്ടോ പറയാതിരിക്കുന്നത്. കാരണം ട്രാക്കുകളിൽ പാലക്കാടിന്റെ പ്രകടനം നമ്മൾ ഈ 100 മീറ്ററിലൊക്കെ വ്യത്യസ്തമായ ജില്ലകൾക്കാണ് പോയത്. പാലക്കാട് ഒരു സ്വർണ്ണം മാത്രമാണ് നേടിയത് ഈ 100 മീറ്റർ വിഭാഗത്തിൽ. പക്ഷെ പാലക്കാടിന് വളരെ നിർണായകമായ ഒരു ദിവസവും കൂടിയായിരിക്കും ഇന്ന്. ട്രാക്കിൽ അവർക്ക് എങ്ങനെയാണോ 3000 മീറ്ററിന് ഒരു ആധിപത്യം പുലർത്താൻ സാധിച്ചത്, അതേപോലെ രീതിയിൽ അവർക്ക് ഇത് കൊണ്ടുപോകാൻ സാധിച്ചാൽ ട്രാക്കിൽ പാലക്കാട് ഒരു പുതിയ ചരിത്രം തീർക്കാം. പക്ഷേ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, അതാണല്ലോ ഏറ്റവും പ്രധാനം. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശ്ശൂരും കണ്ണൂരും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ 1ാം സ്ഥാനത്തിന് വേണ്ടി ആരും മത്സരിക്കേണ്ട, ഞങ്ങൾ അത് തലപ്പത്ത് കൊടിവെട്ടി വാഴുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരം നിൽക്കുന്നത്. കഴിഞ്ഞ കായികമേളയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം ഇത്തവണയും തേരോട്ടം തുടരുകയാണ്. പക്ഷേ നമുക്ക് ഞാൻ ഇപ്പോൾ പുറകെ കാണുന്നത് പോലെ തന്നെ ഇതിന് പിന്നിൽ ഒരുപാട് വ്യക്തികളുണ്ട്. അതായത് നമ്മൾ ഈ ഭക്ഷണം പ്രത്യേകിച്ച് കുട്ടികൾക്ക്, കായിക വിദ്യാർത്ഥികളാണ്, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. അത് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് വിളമ്പുന്ന പഴയട മോഹൻ നമ്പൂതിരിയാണ് നമ്മൾ ഈ തവണ കാണുന്നത്. ഇത്തവണ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിവിധമായ മെനുവും കൂടിയുണ്ട്. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. രാവിലെ തന്നെ മുട്ടയും പാലും പഴവും ഒക്കെ കിട്ടുമ്പോൾ തന്നെ പിള്ളേരൊരു ചാർജാവും. അനൂപ് മേനോനൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ചാർജ് ആവും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും നോൺ വെജും കൂടി വരുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ദിവസം ചിക്കൻ ആയിരുന്നു, ഇത്തവണ ഇന്നലെ ആദ്യത്തെ ദിവസം ബീഫായിരുന്നു, ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഇന്ന് വിളമ്പാൻ പോകുന്നത് മീനാണ്, നാളെ ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ പല പല മെനുവും ഉച്ചയ്ക്കും കൂടെ വരുമ്പോഴേക്കും ഇത് കൂടുതൽ ജനപ്രിയമാവുകയാണ്. പല വിദ്യാർത്ഥികളും ഇപ്പം മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണല്ലോ വരുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചി രീതിയിലേക്ക് മാറണം. അവരുടെ ഇപ്പൊ ഓരോ ജില്ലകൾക്കനുസരിച്ച് അതിന്റേതായ ട്രഡീഷനും കൾച്ചറും ഒക്കെ ഉണ്ട് ഭക്ഷണത്തിൽ പോലും. അപ്പൊ എല്ലാവർക്കും അതിന്റേതായ രീതിയിൽ വിളമ്പുമ്പോഴേക്കും അത് പഴയടം മോഹൻ നമ്പൂതിരി തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു രുചിക്കൂട്ടുകൾ എല്ലാം തന്നെ വീണ്ടും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മൾ നേരിട്ട് ചോദിക്കുകയും ചെയ്തു പല വിദ്യാർത്ഥികളോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ തന്നെയാണ് അവരുടെ അഭിപ്രായം. അല്ലാതെ കൊള്ളാം, കുഴപ്പമില്ലാതൊന്നുമല്ല, അടിപൊളിയാണ് എന്നുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും ട്രാക്കിലേക്കും അവരുടെ എത്രയോ നാളത്തെ പരിശീലനമാണ്. അപ്പോൾ ഭക്ഷണം അത്രയധികം പ്രധാനപ്പെട്ടതും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വളരെയധികം കളർഫുൾ ആവുന്ന മെഗാ ഇവന്റുകൾ എന്ന് പറയുന്നത്
4x400 മീറ്റർ റിലേയും പിന്നെ ഇന്നും വേറെ ഫൈനലുകൾ നടക്കുന്നത് 110 മീറ്റർ ഹേർഡിൽസിന്റെ ഫൈനലുണ്ട്. ജൂനിയർ ബോയ്സിന്റെ അണ്ടർ 17 വിഭാഗവും സീനിയർ ബോയ്സിന്റെയും ഫൈനൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷോർട്ട് പുട്ടിന്റെ ഫൈനൽ ഇന്ന് നടക്കുന്നുണ്ട്. അത് 4 കിലോഗ്രാം ഷോർട്ട് പുട്ടിന്റെയാണ്. അത് സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിന്റെ ആണ് ഷോർട്ട് പുട്ട് ഫൈനൽ നടക്കുന്നത്. ഡിസ്കസ് ത്രോയിന്റെ ഫൈനൽ നടക്കുന്നുണ്ട്. അത് സീനിയർ ബോയ്സിന്റെ ആണ്. ഷോർട്ട് പുട്ടിന്റെ ജൂനിയർ ബോയ്സ് ഫൈനൽ നടക്കുന്നുണ്ട്. ഡിസ്കസ് ത്രോയിലെ സീനിയർ ഗേൾസിന്റെ ഫൈനലുണ്ട്. അങ്ങനെ ഏകദേശം 25ഓളം ഫൈനലുകളാണ് ഇന്നത്തെ ദിവസം മാത്രമായിട്ട് അത്ലറ്റിക്സിൽ നടക്കുന്നത്. ഗെയിംസിലും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് വേണം കണക്കാക്കാൻ ആര്യ. പക്ഷേ ഇന്നലെ ഇന്നലെ വളരെയധികം ഫോട്ടോ ഫിനിഷിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. 37 വർഷത്തെ റെക്കോർഡുകൾ ഉൾപ്പെടെ ചരിത്രമാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുൽ TM ആണ് 10.81 സെക്കൻഡിൽ ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ ആ ഒരു റെക്കോർഡ് 37 വർഷത്തെ റെക്കോർഡ് തിരുത്തി കുറിച്ചത്. അങ്ങനെ പല റെക്കോർഡുകളും ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കാം. ഏറ്റവും ഗ്ലാമർ പോരാട്ടം 4x400 മീറ്റർ റിലേ അത് തന്നെയാണ്. ഏകദേശം വൈകുന്നേരം 7:20 അതിന്റെ ഫൈനൽ ആരംഭിക്കും. 7:20 മുതൽ 8 മണി വരെയാണ് അതിന്റെ 4 വിഭാഗത്തിലുള്ള ഫൈനലുകൾ നടക്കുക. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് വീണ്ടും ട്രാക്കിൽ തീ പടരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാലാവസ്ഥ കുറച്ച് മഴയൊക്കെ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. മഴയുണ്ട്, മഴയില്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് കാലാവസ്ഥ അനുസരിച്ച്. പക്ഷേ ഇന്ന് മഴയുണ്ട്. പക്ഷെ എന്നാൽ പോലും ട്രാക്കിൽ അതൊന്നും കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഒന്നും ആയിരിക്കില്ല. ഇതേപോലെ തന്നെ തീയും വാശിയും ഒക്കെ തന്നെ ഇന്നത്തെ ദിവസവും ട്രാക്കിൽ ഉണ്ടാവുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ആര്യ. യെസ്, തീർച്ചയായും. MS ഹരികൃഷ്ണനാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 25 ഇനത്തിലെ ഗ്ലാമർ പോരാട്ടങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിനിടയിൽ കലവറയിലെ ചില രുചിക്കൂട്ടുകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഹരി നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്. അപ്പോൾ എത്രയോ കാലങ്ങളായി കലോത്സവം ആയിക്കോട്ടെ, കായികോത്സവം ആയിക്കോട്ടെ, അവിടെയൊക്കെ കുട്ടികളുടെ കരുത്തും ഊർജവും സന്തോഷവും എന്ന് പറയുന്നത് പഴയിടത്തിൻ്റെ രുചിക്കൂട്ടാണ്. അപ്പോൾ പഴയിടത്തിൻ്റെ കലവറയിലെ കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ എല്ലാം സംബന്ധിച്ച് അതൊരു സന്തോഷം കൂടിയാണ്, ഒരു എനർജിയാണ്. അതായത് നമ്മുടെ ഒരു ദിവസത്തെ മാനസിക സന്തോഷവും ശാരീരിക സന്തോഷവും എല്ലാം നിർണ്ണയിക്കുന്നത് നമ്മൾ അന്ന് കഴിക്കുന്ന ഭക്ഷണമാണല്ലോ, അല്ലേ? അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് കായിക താരങ്ങളാകുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ അത്രത്തോളം കൃത്യത പാലിക്കുകയും വേണം. അപ്പോൾ അവർ ആ കാര്യത്തിൽ ഫുള്ളി ഹാപ്പിയാണ് എന്നുള്ളതാണ് ഹരി നമ്മളുമായിട്ട് പങ്കുവെച്ച വിവരം. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും സമ്മർദ്ദത്തിന് വഴങ്ങി കീഴടങ്ങാനാകില്ലെന്ന് പുടിൻ പറഞ്ഞു. US റഷ്യയിലെ 2 വലിയ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പുടിന്റെ കടുത്ത പ്രതികരണം. അതേസമയം അമേരിക്കയുടെ നീക്കത്തിൽ ലോക പെട്രോളിയം വില 4% വർദ്ധിച്ചു. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, എന്തായാലും ഈ വിഷയത്തിൽ ട്രംപും പുടിനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അത് കൂടുതൽ കടുക്കുകയാണ്. അപ്പോൾ ഈ സമാധാന ചർച്ചകൾ ഒക്കെ കൂടുതൽ അകലത്തിലേക്ക് നീങ്ങുന്നു എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ പെട്രോളിയം വില വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കുന്ന വിഷയമാണോ? തീർച്ചയായിട്ടും ആര്യ, ഇപ്പോൾ അമേരിക്ക നടത്തിയിട്ടുള്ള നീക്കം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈയൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ 2 വലിയ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ലോക എണ്ണ വിപണിയിൽ 4% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് നിലവിലെ വിലവർധനവ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല. എന്നാൽ ദൂരവ്യാപകമായിട്ട് ഇതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം അമേരിക്ക അത്ര വലിയൊരു ഉപരോധമാണ് ഇവർക്കെതിരെ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ഉപരോധം നിലവിൽ വരുന്നതോടുകൂടി അമേരിക്കയ്ക്ക് ഈ ഒരു കമ്പനികളുമായിട്ടുള്ള എല്ലാ ബന്ധവും പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുകയാണ്. ഈ കമ്പനികൾക്ക് അമേരിക്കയിലുണ്ടായിരുന്ന ഓഫീസുകൾ, അതിൻ്റെ ആസ്തികൾ മരവിപ്പിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാർക്ക് ഇതിലുള്ള ഈ കമ്പനികളിലുള്ള നിക്ഷേപം ഇതെല്ലാം നിരോധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചു കൊണ്ടിരുന്നത് ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡോളറിൽ അവരുമായിട്ട് വിനിമയം നടത്താൻ സാധിക്കാതെയാവും. സ്വാഭാവികമായിട്ടും മറ്റൊരു മാർഗം, മറ്റൊരു ഈ ഒരു കറൻസി അത് ഇന്ത്യക്ക് ഇവരുമായിട്ട് വ്യാപാരം നടത്താൻ കണ്ടെത്തേണ്ടി വരും. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് അത് കൊണ്ട് കടക്കും. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇതിനു മുൻപേ ഇറാൻ, വെനസ്വേല തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം ഉപരോധം കൽപ്പിച്ചപ്പോൾ ഇന്ത്യ അവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നു. കാര്യം ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഡോളർ വെച്ചിട്ടാണ്. അപ്പോൾ അമേരിക്ക ഈ 2 വലിയ
എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അത് ഇന്ത്യക്കും വലിയൊരു ക്ഷീണമാണ് സംബന്ധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇന്ത്യക്ക് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് നിലവിൽ വിലയിൽ പ്രതിഫലിച്ചിട്ടില്ലെങ്കിലും ഇനി പിന്നീട് ഇക്കാര്യത്തിൽ ഒരു വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാകും. മറ്റൊരു ബദൽ മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ വിലയിൽ ഉൾപ്പെടെ ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം പുട്ടിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്കയോട് ഒട്ടും വിട്ടുകൊടുക്കാത്തൊരു നിലപാടാണ് പുട്ടിൻ സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്ക് മുൻപിൽ മുട്ടുമടക്കില്ല. ആത്മാഭിമാനമുള്ള ഒരു രാജ്യങ്ങൾക്കും ഈ സമ്മർദ്ദത്തിന് വഴങ്ങി കീഴടങ്ങാനാകില്ല എന്നാണ് പുട്ടിൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്ക കാണിക്കുന്നത് ശത്രുതാപരമായിട്ടുള്ള സമീപനമാണ്. ഇതിന് തക്കതായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നാണ് പുട്ടിൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ 2 എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത് റഷ്യൻ എണ്ണ ഇത്തരത്തിൽ നിരോധിക്കുകയാണെങ്കിൽ അത് ആഗോള ഊർജ്ജ വിപണിയുടെ സന്തുലിതാവസ്ഥ അത് പൂർണ്ണമായിട്ടും തകർക്കും. ആഗോള തലത്തിൽ തന്നെ വില വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞ ആ കാര്യം തന്നെ നിലവിൽ സംഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോക എണ്ണ വിപണിയിൽ 4% വില വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. റൂബിളിൻ്റെ മൂല്യം മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. എന്തായാലും അമേരിക്കയുടെ ഈ നീക്കം അത് റഷ്യയെ സംബന്ധിച്ച് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ നീക്കം നടത്തിയതെങ്കിലും അത് ലോക എണ്ണ വിപണിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന വലിയൊരു തീരുമാനമായിട്ട് മാറുകയായിരുന്നു എന്നാൽ അമേരിക്ക ഇത്തരത്തിൽ റഷ്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഈ നീക്കത്തിനെ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പുട്ടിനുമായിട്ട് ഇപ്പോൾ ഹംഗറിയിൽ വെച്ച് നടത്താനിരുന്ന ഈ ഒരു കൂടിക്കാഴ്ച അത് റദ്ദാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വില വർധനവ് പോലെയുള്ള കടുത്ത നടപടിയിലേക്ക് അമേരിക്ക കടന്നത്. അത് റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ചെയ്തതെങ്കിലും റഷ്യയും കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇതോടെ അതൊരു ലോക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു പ്രതിസന്ധി ആയിരിക്കുകയാണ് ഈ ഒരു അമേരിക്കയുടെ നീക്കം. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റ് എന്തൊക്കെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് അദ്ദേഹം ഇനി ഉടൻ തന്നെ അദ്ദേഹം സൗത്ത് കൊറിയയിലേക്ക് യാത്ര ചെയ്യാനായി ഇരിക്കുകയാണ്. സൗത്ത് കൊറിയയിൽ വെച്ച് അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഷീ ജിങ് പിങ്ങിനോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ട്രംപ് ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ റഷ്യയെ 4 പാടിൽ നിന്നും വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പടിപടിയായി കുറയ്ക്കും എന്നൊരു വാദം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഇത് നിഷേധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ യാതൊരു തരത്തിലും വഴങ്ങാതായതോടെ ആകണം അമേരിക്കയുടെ ഇത്തരത്തിൽ ഒരു 2 റഷ്യൻ കമ്പനികൾക്ക് മേൽ ഉപരോധം കൽപ്പിച്ചുകൊണ്ടുള്ള ഈ ഏറ്റവും പുതിയ നീക്കമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്, വേഗം മടങ്ങിയെത്താം. ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിന് തിരികെ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ GCC സന്ദർശനം പ്രവാസി മലയാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കാൻ വേണ്ടിയാകണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ K സൈനുൽ ആബിദീൻ. പ്രവാസി സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്തുയരാനോ അവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധം പരിഗണിക്കാനോ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. പ്രവാസി സമൂഹത്തിന്റെ തൊഴിൽ സുരക്ഷാ പ്രശ്നങ്ങൾ, പെൻഷൻ പദ്ധതികളിലെ അപാകതകൾ, പ്രവാസി വോട്ടവകാശം, എയർ ടിക്കറ്റ് നിരക്കുകളുടെ അനിയന്ത്രിത വർധന, ആരോഗ്യ ഇൻഷുറൻസ്, നാട്ടിലേക്കുള്ള പുനരധിവാസ സൗകര്യങ്ങൾ തുടങ്ങിയവയിൽ പരിഹാരം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ GCC സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പ്രവാസി മലയാളികളുടെ യാഥാർത്ഥ്യ പ്രശ്നങ്ങളിൽ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രവാസികൾക്കായി ആവശ്യപ്പെടാനുള്ളത്. പ്രവാസി സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനോ അവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധം പരിഗണിക്കാനോ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. പ്രവാസികൾ വർഷങ്ങളായി കേരളത്തിൻ്റെ സാമ്പത്തിക താങ്ങായും സമ്പൽ വ്യവസ്ഥയുടെ നട്ടെല്ലായും നിൽക്കുന്ന സമൂഹമാണ്. നമ്മുടെ സംസ്ഥാനം പല പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോഴെല്ലാം താങ്ങായി പ്രവാസികളുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ കാലത്തും പ്രളയത്തിലും കോവിഡിലും
പ്രവാസിയുടെ നന്മ മനസ്സിനെ കേരളം കണ്ടതാണ്. എന്നാൽ പ്രവാസികൾക്ക് സർക്കാരുകൾ തിരിച്ച് എന്ത് നൽകുന്നു എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എന്നാൽ പ്രവാസി സമൂഹം കാലങ്ങളായി ഉന്നയിക്കുന്ന തൊഴിൽ സുരക്ഷാ പ്രശ്നങ്ങൾ, പെൻഷൻ പദ്ധതികളിലെ അപാകതകൾ, പ്രവാസി വോട്ടവകാശം, എയർ ടിക്കറ്റ് നിരക്കുകളുടെ അനിയന്ത്രിത വിലവർധന, ആരോഗ്യ ഇൻഷുറൻസ്, നാട്ടിലേക്കുള്ള പുനരധിവാസ സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇനിയും ഗൗരവമായ പരിഗണന സർക്കാർ എടുത്തിട്ടില്ല. കേരള ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളായി അഡ്വക്കേറ്റ് KN സുഗതനും ഷീല വിജയകുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പിറവം മാമലശ്ശേരി സ്വദേശിയായ സുഗതൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്നു. വനിതാ പ്രതിനിധിയായാണ് ഷീല വിജയകുമാർ കമ്മീഷൻ അംഗമായത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്രിയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗമെന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെയും അറിവോടെയും നീതിബോധത്തോടെയും കഴിവിൻ്റെ പരമാവധി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നീതി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴക്കെടുതിയും അതേപോലെ തന്നെ വളരെ രൂക്ഷമാണ് പല മേഖലകളിലും. ഓരോ മഴയും ആശങ്കയോടെയാണ് കുമളി പെരിയാർ ഉന്നതിയിലെ നിവാസികൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുമളിയിൽ പെയ്ത മഴ പ്രളയ സമാനമായ സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചത്. ക്യാമ്പുകളിലേക്ക് മാറിയ കുടുംബങ്ങൾ ഇപ്പോഴും തിരികെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉന്നതി നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത്. 32 കുടുംബങ്ങളാണ് കുമളി പഞ്ചായത്തിന് സമീപമുള്ള പെരിയാർ ഉന്നതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ഇവർക്ക് വലിയ ദുരിതമാണ് നൽകിയത്. പല വീടുകളിലും 5 അടിക്ക് മുകളിൽ വെള്ളം കയറി. വീട്ടുപകരണങ്ങളും സർട്ടിഫിക്കറ്റും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും ഇവർക്ക് നഷ്ടമായി. മഴ അല്പം മാറി വീടുകളിൽ നിന്ന് ചെളി നീക്കി വൃത്തിയാക്കുമ്പോൾ അടുത്ത മഴ വീണ്ടും എത്തുന്നത് പ്രതിസന്ധിയാവുകയാണ്. പതിനെട്ടിൽ കയറിയതിനെക്കാട്ടും കൂടുതൽ വെള്ളം പ്രാവശ്യം ഒത്തിരി കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടുപകരണങ്ങളെല്ലാം പോയി. TV, മിക്സി, കട്ടില്, അങ്ങനെ എല്ലാ സാധനങ്ങളും പോയി. പെരിയാർ കോളനിയിലുള്ള എല്ലാവരുടെയും വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയി. ഉന്നതിക്ക് സമീപമുള്ള തോട്ടിലെ മണ്ണ് നീക്കി തോടിന് ആഴം കൂട്ടിയാൽ മാത്രമേ ഇതുവഴിയുള്ള വെള്ളമൊഴുക്ക് സുഗമമാവുകയുള്ളൂ. പെരിയാർ ടൈഗർ റിസർവിന് സമീപമുള്ള തോട്ടിൽ അടിഞ്ഞ മുളം കമ്പുകൾ നീക്കം ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഈ പെരിയാർ കോളനി ഉണ്ടാകുന്നത്. ഇതിന് അടിയന്തരമായി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. 2018 പ്രളയം, 21 പ്രളയം തുടങ്ങിയ എല്ലാ പ്രളയകാലത്തും ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ ഇവിടെ റെഡ് അലർട്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളും ക്യാമ്പിലാണ്. ആ ക്യാമ്പിലുള്ളപ്പോൾ തന്നെ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരെ DYFI പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടും പഞ്ചായത്തിൻ്റെ എല്ലാ സഹായത്തോടും കൂടി ഇവിടുത്തെ ആളുകളെല്ലാം മാറ്റി താമസിച്ചുകൊണ്ടും ഇപ്പോഴും ക്യാമ്പ് നിലനിന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ വെള്ളം കയറുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. വിഷയത്തിൽ വനം വകുപ്പുമായി ഇടപെട്ട് ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കിയെങ്കിലും മഴ മാറാത്തതിനാൽ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. ഭൂമി പ്രശ്നം പരിഹരിച്ചതോടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ്. HMTയും NDയും ഭൂമി കൈമാറാത്തതിനാലാണ് നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം 2 പതിറ്റാണ്ടിലേറെയായി വൈകിയത്. 2 പതിറ്റാണ്ടായി നിർമ്മാണം പ്രതിസന്ധിയിലായ കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയാണ്. HMTയും NADയും ഭൂമി വിട്ടു നൽകിയതോടുകൂടിയാണ് 23 വർഷമായി പ്രതിസന്ധിയിലായ നിർമ്മാണം പുനരാരംഭിക്കുന്നത്. ഇതോടെ കൊച്ചിയിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാവുകയാണ്. HMDയുടെയും NADയുടെയും ഭൂമി കൈമാറി കിട്ടിയതോടെ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. തൃക്കാക്കര നോർത്ത് വില്ലേജിലെ ബ്ലോക്ക് 5-ൽ ഉൾപ്പെട്ട 1.4 ഹെക്ടർ ഭൂമി ഇതിനായി കൈമാറിയിരുന്നു. വിട്ടുകിട്ടേണ്ട 2.497 ഹെക്ടർ ഭൂമിയും കൈമാറിയിട്ടുണ്ട്. ഭൂമി വില ഉൾപ്പെടെ 32.26 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹം മുൻ MP ആയിരുന്ന കാലം തൊട്ട് ഡൽഹിയിലുള്ള പരിചയം വെച്ചുകൊണ്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെടുകയും
അങ്ങനെ അത് നീക്കുപോക്ക് ഉണ്ടാക്കി വരുന്നൊരവസരത്തിലാണ് ഇപ്പോൾ കുറച്ചു കാലം നീണ്ടുപോയെങ്കിൽ പോലും അത് അനുകൂലമായൊരു വിധി വന്നിട്ടുണ്ട്. എന്നാലും 37.96 കോടി രൂപ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നാഷണലൈസ്ഡ് ബാങ്കിൽ കെട്ടിവച്ചിരിക്കുകയാണ് എമൗണ്ട്. റോഡിനായുള്ള ഭൂമി പദ്ധതി നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിക്കഴിഞ്ഞു. HMD NAD ഭാഗത്തെ റോഡ് നിർമ്മാണത്തിനായി 17.31 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കഴിഞ്ഞ മാസമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. HMD ഭൂമിക്ക് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം 37.9 കോടി രൂപയും NAD ഭൂമിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കണക്കാക്കിയ 23.11 കോടി രൂപയും സംസ്ഥാന സർക്കാർ നൽകിയാണ് ഭൂമി ഏറ്റെടുത്തതെന്ന് മന്ത്രി P. രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു. HMD NAD ഭാഗത്തെ റോഡ് നിർമ്മാണത്തിനായി DSRO 2018 പ്രകാരം 17.31 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി P. രാജീവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. HMD ഭാഗത്ത് 45 മീറ്റർ വീതിയിൽ 600 മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിക്കുക. NADയുടെ ഭാഗത്തെ സ്കെച്ച് മുൻപേ തയ്യാറാക്കിയതിനാൽ തുടർ നടപടികൾക്ക് കാലതാമസമുണ്ടാകില്ല. ന്യൂസ് 18 കൊച്ചി. കോട്ടയം മെഡിക്കൽ കോളേജിന് ഇത് ചരിത്ര നേട്ടമാണ്. എയിംസിന് പിന്നാലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയത്ത് നടന്നു. 8 പേർക്ക് ജീവൻ പകർന്നു നൽകി മടങ്ങിയ ജയിൽ വകുപ്പ് ജീവനക്കാരൻ അനീഷിന് മെഡിക്കൽ കോളേജ് ജീവനക്കാർ ആദരവോടെ വിട നൽകി. അവയവദാനത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചാണ് തിരുവനന്തപുരം പൂഴനാട് കാവിൻപുറത്ത് വീട്ടിൽ AR അനീഷ് ലോകത്തോട് വിട പറഞ്ഞത്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ AR അനീഷ് മടങ്ങിയത് പുതിയ ചരിത്രം എഴുതിക്കൊണ്ടാണ്. സംസ്ഥാനത്ത് ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർക്കാർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അനീഷിന്റെ കൂടി തീരുമാനത്തിന് പിന്നാലെയാണ്. ചേട്ടൻ നേരത്തെ അവയവദാനത്തിന്റെ ഒരു ഒപ്പിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മരണശേഷം അവയവം ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കത് ഓർമ്മ വന്നു. പുള്ളിയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അവനിലൂടെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിട്ട് തോന്നി. എന്തായാലും ഞങ്ങൾക്കൊരു ജീവൻ നഷ്ടമായി. അതുവഴി വേറെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അവനിലൂടെ കുറച്ച് പേര് ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതിനുവേണ്ടി താല്പര്യപ്പെട്ടത്. പിന്നെ ഡോക്ടറിൻ്റെ ഒക്കെ മെൻ്റൽ സപ്പോർട്ട്, അവരുടെ ടീമിൻ്റെ മെൻ്റൽ സപ്പോർട്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. കുറച്ച് പേർക്കെങ്കിലും ആശ്വാസമാവുമെന്ന് വിചാരിക്കുന്നു. ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ 11ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നു. ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോഴും അനീഷ് ജീവൻ പകർന്നു നൽകിയത് 8 പേർക്കാണ്. തൃശൂർ സ്വദേശിയായ 59കാരന് ഹൃദയവും കോട്ടയം സ്വദേശിയായ 27കാരിക്ക് ശ്വാസകോശവും പത്തനംതിട്ട സ്വദേശിയായ 38 വയസ്സുകാരന് വൃക്കയും വെച്ചുപിടിപ്പിച്ചു. ശസ്ത്രക്രിയകൾ വിജയകരമെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തൽ. സങ്കീർണമായ ശസ്ത്രക്രിയ ആയതിനാൽ തന്നെ അന്തിമ വിലയിരുത്തലിന് ഇനിയും കാത്തിരിക്കണം. ന്യൂസ് 18 കോട്ടയം. നമുക്കെല്ലാം എത്രയോ വലിയ മാതൃക സമ്മാനിച്ചാണല്ലേ ആ നല്ല മനുഷ്യൻ വിടവാങ്ങിയത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി എക്കാലവും മലയാളികളുടെ മനസ്സിലൊരു നല്ല ഓർമ്മയായി അവശേഷിക്കും. അനീഷിൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്ന ആ കുടുംബത്തിന്, ആ ഒരു നല്ല മാതൃകയുടെ ഭാഗമായ കുടുംബത്തിനും നമുക്കൊരു സല്യൂട്ട് നൽകാം. ഇനി രാവിലെയിൽ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആരുടെയൊക്കെ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എന്ന് നോക്കാം. അഞ്ചൽ മണ്ണൂരിൽ ശ്രുതി ഭവനിലെ ഷാരോണിന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ആഷ്ലി, മക്കളായ വൈഗ, ജെറോം എന്നിവരാണ്. അപ്പോൾ ഷാരോണിന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഞങ്ങളുടെ വീഡിയോ എഡിറ്റർ
ശരത്തേട്ടന്റെ അമ്മയുടെയും കുഞ്ഞമ്മയുടെയും ജന്മദിനമാണിന്ന്. അപ്പോൾ സഹോദരിമാരുടെ ജന്മദിനം ഒരേ ദിവസം ആഘോഷിക്കുകയാണ് സിന്ധുവും ബിന്ദുവും. അപ്പോൾ രണ്ടുപേരുടെയും 60ാം ജന്മദിനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ശരത്തേട്ടന്റെ ആശംസകളും അറിയിക്കുന്നു, ന്യൂസ് 18 കുടുംബത്തിന്റെ ആശംസകളും അറിയിക്കുന്നു. രണ്ടുപേർക്കും എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് മറ്റൊരാളുടെ സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ MG മിഥുന്റെ ജന്മദിനമാണിന്ന്. അപ്പോൾ മിഥുൻ ഞങ്ങൾക്കൊപ്പം ഇവിടെ ന്യൂസ് ഡെസ്കിൽ തന്നെ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് വിഷ് പറയാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അപ്പം ഡെസ്കിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ MG മിഥുൻ. സർപ്രൈസ് ആയി പോയല്ലേ? സംസാരിച്ചോളൂ. എന്താണ് ബർത്ത്ഡേ ആയിട്ട് ഇന്ന് പരിപാടി? ഹലോ, ചെറുതായിട്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം കേൾക്കുന്നുണ്ട്. കർമ്മനിരതനാകാമെന്ന് വിചാരിച്ചു അല്ലേ? ബർത്ത്ഡേ ആയിട്ട് അവധിയൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചോ? സഞ്ജു, അതെ. അപ്പം ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് എന്താ ട്രീറ്റ് തരാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. ഞങ്ങൾ ഇത്രയും ലൈവായിട്ട് സർപ്രൈസ് ഒക്കെ തന്നതല്ലേ? അപ്പൊ അജയ് സുധ ബിജു ലൈവില് തന്നെ ആശംസകളൊക്കെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോ ഒരു നല്ല ബർത്ത്ഡേ, ഒരു നല്ല വർഷം ആശംസിക്കുകയാണ് MG മിഥുന്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പോലീസ് പെട്രോൾ കാണാം.